ഹലോ, പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്നത്തെ ഒരു വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഒരു ഡീപ്പ് ക്ലീനിങ് വീഡിയോ കേട്ടോ. അപ്പം ഞാൻ കുറേ നാളായിട്ട് വിചാരിക്കുന്നുണ്ട് ഞങ്ങൾ താമസിക്കുന്ന ഈ റൂമും കാര്യങ്ങളൊക്കെ ഒന്ന് നല്ല രീതിയിൽ ഡീപ്പ് ക്ലീനിങ് ചെയ്യണമെന്ന്. കാരണം നല്ല പൊടിയും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. ഇവിടെ 2 മാസമായിരുന്നു താമസം തുടങ്ങിയിട്ട്. അപ്പം മുകളിൽ നല്ല രീതിയിൽ വലയും കാര്യങ്ങളും ഒക്കെ ആയിട്ടുണ്ട്. എനിക്ക് സമയം കിട്ടിയില്ല. സമയമില്ലെന്ന് കുഞ്ഞാവയും കൂടി ഉള്ളതുകൊണ്ടൊന്നും നടക്കില്ല. പിന്നെ എനിക്ക് അലർജി ഉണ്ട്, പൊടിയുടെ അലർജിയും കൂടി ഉള്ളതുകൊണ്ട് ഞാൻ നീക്കി വെച്ചിരുന്ന കേട്ടോ. അത്യാവശ്യം ഇങ്ങനെ എല്ലാ ദിവസവും അടിക്കും തുടയ്ക്കും എന്നല്ലാണ്ട് ഒരു ഡീപ്പ് ക്ലീനിങ് ഒന്നും ഞാൻ ചെയ്യാറില്ല. പൊടിയുടെ അലർജി ഉള്ളതുകൊണ്ട് തന്നെ ഞാനതിന് നിൽക്കാറില്ല. കാരണം അന്നത്തെ ദിവസം എൻ്റെ പോക്കാം തുമ്മി ഞാൻ സൈഡാകും. പിന്നെ ശ്വാസം മുട്ടൽ അല്ലെങ്കിൽ സംഭവങ്ങളൊക്കെ എനിക്കുണ്ട്. അത് ചെറിയ അടുക്കള ആയതുകൊണ്ട് തന്നെ എന്തെങ്കിലും എടുത്തു കഴിഞ്ഞാൽ പിന്നെ വെക്കാനുള്ള സ്ഥലമുള്ളൂ. ആകെ ഒരു ചെറിയൊരു കബോർഡും കാര്യങ്ങളൊക്കെ ഉള്ളൂ ഇവിടെ. അപ്പോൾ എന്തെങ്കിലും പൊടി കാര്യങ്ങളൊക്കെ വെക്കണത് ഇവിടെ ഒരു ജനലുണ്ട്, അതിൻ്റെ അടുത്താണ് ഞാൻ വെക്കണേ. പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ പാത്രങ്ങളൊന്നും വെക്കാൻ ഇതിനകത്ത് സ്ഥലമില്ല ഗൈസ്. പിന്നെ എല്ലാം അതുകൊണ്ട് തള്ളി എവിടെയെങ്കിലുമൊക്കെ കയറ്റി വെക്കാമെന്നുള്ളതുള്ളൂ. അപ്പം ഇന്നെല്ലാം എടുത്ത് ഒന്ന് ക്ലീൻ ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇവിടെ ഞാൻ ക്ലീൻ ചെയ്തിട്ടു കേട്ടോ. ഇവിടെ നമ്മൾ കറിയും ചോറും ഒക്കെ ഇവിടെ ഇരിപ്പുണ്ടായിരുന്നു. എന്ന് വെച്ച കറിയും ചോറും ഒക്കെ ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം ഞാൻ മാറ്റിയിട്ടുണ്ട്. അപ്പം പൊടിയും കാര്യങ്ങളൊന്നും വലയൊക്കെ അടിക്കുമ്പോൾ അതിനകത്തേക്ക് ചാടല്ലല്ലോ. അപ്പം ഇതിൻ്റെ അടിയിൽ, ഈ സ്ലാബിൻ്റെ അടിയിൽ കുറച്ച് പാത്രങ്ങളൊക്കെ ഇരിപ്പുണ്ട്, അതൊക്കെ മാറ്റണം. പിന്നെ അതേ ജനലിൽ ഇവിടെയാണ് ഞാൻ പൊടികളൊക്കെ വയ്ക്കുന്നത്. അപ്പോൾ അതൊക്കെ മാറ്റിയിട്ട് ജനലൊക്കെ തുടയ്ക്കണം കേട്ടോ. അപ്പം ഞാൻ കുറച്ച് ലോഷനൊക്കെ ഒഴിച്ചിട്ട് ആദ്യം മേളിൽ ആ കബോർഡിൻ്റെ ഏറ്റവും മേളിലിരിക്കുന്ന എല്ലാ പാത്രങ്ങളും എടുത്ത് അവിടെ ഒന്ന് ക്ലീൻ ചെയ്യാൻ നോക്കുക കേട്ടോ. അപ്പം ഞാൻ കസേരയൊക്കെ എടുത്തിട്ട് വന്നിട്ടുണ്ട്. കസേര ഇട്ട് മേളിൽ കയറിയിട്ട് വേണം അതെല്ലാം എടുക്കാൻ. അല്ലാണ്ട് എനിക്ക് എത്തില്ല. ഈ സൈഡിൽ നിന്നൊക്കെ ഉള്ളത് എത്തും, എന്നാലും എനിക്കെല്ലാം ഒന്നും എത്തത്തില്ല. അതുകൊണ്ട് ഞാൻ കസേര ഇട്ട് കയറി നിൽക്കണേ കേട്ടോ. പിന്നെ ഞാൻ ഫ്രിഡ്ജ് എടുത്ത് ഇച്ചിരി മാറ്റി നീക്കിയിട്ട് വേണം അവിടെ കസേര അങ്ങോട്ട് കയറ്റി വെച്ചിട്ട് വേണം കേട്ടോ അവിടെ ഒന്ന് തുടയ്ക്കാൻ. അതുകൊണ്ട് ഞാൻ ഫ്രിഡ്ജ് നീക്കി. അതിൻ്റെ മുകളിൽ വലിയ അഴുക്കും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. ഇതിന് മുമ്പ് ഞങ്ങളിവിടെ വന്ന ഒരു ദിവസം ഞാൻ ഇതുപോലെ ഒന്ന് ചെയ്തതായിരുന്നു. അപ്പം ഈ 2 മാസത്തിനിടയ്ക്ക് ഞാൻ ഒരു തവണ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മുകളിൽ കുറച്ച് കുത്തൻ എന്നൊക്കെ പറയില്ലേ, പൊടി, ഒരു വെള്ള കളറിൽ പൊടി, അത് ഒത്തിരി ഉണ്ടായിരുന്നു. അത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അല്ലാണ്ട് വലിയ അഴുക്ക് കാര്യങ്ങളൊന്നുമില്ല. ചെടി പൊട്ടി പിടിച്ച് കിടക്കുമെന്നായിരുന്നില്ല. അപ്പോൾ ഒരു തവണ ഞാൻ അങ്ങനെ ചെയ്തത് കൊണ്ടായിരിക്കും. അന്ന് ചെയ്തപ്പോൾ നല്ല പൊടി ഉണ്ടായിരുന്നു. ഇന്ന് വലിയ പൊടിയൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. വലയായാലും ഒത്തിരി വലയൊന്നുമില്ല. പിന്നെ റൂമും ഹാളും ഒക്കെ എനിക്ക് ഈ വീഡിയോയിൽ ചെയ്യാൻ പറ്റില്ല കേട്ടോ. ഈ വീഡിയോയിൽ ഞാൻ അടുക്കള മാത്രമാണ് ഡീപ്പ് ക്ലീനിങ് ചെയ്യുന്നുള്ളൂ. പിന്നെ നാളത്തെ വീഡിയോയിൽ ഞാൻ റൂമും 2 റൂമും ഹാളും ഒക്കെ ചെയ്യുന്നത് ഒരു പാർട്ട് 2 ആക്കിയിടാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഞാൻ വലയും കാര്യങ്ങളൊക്കെ നന്നായിട്ട് അടിക്കുന്നുണ്ട്. അത്യാവശ്യം നന്നായിട്ട് നല്ലൊരു ക്ലീനിങ് ഞാൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ കിച്ചണിൽ. അത്യാവശ്യം ഞാൻ ഇതിനകത്ത് പണിയെടുത്തിട്ടുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് കുഞ്ഞാവയൊക്കെ ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഫ്രിഡ്ജിൻ്റെ മണ്ടയിൽ ബക്കറ്റ് കയറ്റി വെച്ചിട്ട് എനിക്കല്ലെങ്കിൽ എപ്പോഴും ഇറങ്ങി കയറണ്ടേന്ന് ഓർത്തിട്ട് ഞാൻ എൻ്റെ മണ്ടയിൽ വെച്ചാട്ടോ. തുടച്ചെടുക്കാമെന്ന് വിചാരിച്ച് തുടയ്ക്കാം. പിന്നെ ഞാൻ അവിടെ തുടച്ചിട്ട് അവിടെ നിന്ന് എടുത്ത് എല്ലാം അങ്ങോട്ട് തന്നെ തിരിച്ചു വെച്ചു. അതാണെങ്കിൽ നമ്മൾ ഓരോന്ന് ചെയ്ത് തുടച്ച് അത് അങ്ങോട്ട് തന്നെ പാത്രങ്ങൾ വെച്ചിട്ട് ഇറങ്ങുവാണെങ്കിൽ ഒരുപാട്, ഒന്നാമത് ഞാൻ പറഞ്ഞല്ലോ കിച്ചണിൽ സ്ഥലമില്ല. അപ്പം അപ്പോൾ അതങ്ങ് ചെയ്യുവാണെങ്കിൽ വൃത്തിയായിട്ടിരിക്കും. അല്ലെങ്കിൽ പിന്നെ എല്ലാം കൂടെ വട്ടാവും. ഒരുപാട് ഇങ്ങ് കിടക്കുമ്പോൾ എവിടെ നിന്ന് എങ്ങനെ എടുത്ത് മേളിലോട്ട് വെക്കുമെന്ന് ഓർത്ത് ഞാൻ അന്തം വിട്ട് നിൽക്കേണ്ടി വരും. അതുകൊണ്ട് ഞാൻ എല്ലാം തന്നെ
തുടച്ചിട്ട് അപ്പം അങ്ങ് വെക്കുക കേട്ടോ. മേളിൽ നിന്ന് എടുത്തത് തുടച്ചിട്ട് മേളിലോട്ട് തന്നെ വെച്ചു. പിന്നെ താഴേന്ന് എടുക്കുന്നത് താഴെ നിന്നുള്ളതെല്ലാം പിന്നെ അപ്പം തന്നെ അങ്ങ് വെക്കുക കേട്ടോ. അപ്പോൾ ദേ എനിക്ക് മറ്റേ ഇയർബഡില്ലേ, അത് നമ്മുടെ അല്ല, അപ്പുറത്തെ റൂമിലെ കൊച്ചിൻ്റെ കേട്ടോ. ആ കൊച്ച് ഇവളുടെ കൂടെ കളിക്കാൻ വരും, കുഞ്ഞാറ്റയുടെ കൂടെ. കൊച്ചെന്ന് പറഞ്ഞാൽ അവൻ 9ലും 8ലും കണ്ടാണ് പഠിക്കുന്നത്. അവനാണ് ആകെ കുഞ്ഞാറ്റയ്ക്ക് ഇവിടെ ഉള്ളൊരു കൂട്ടുകാരൻ. ഞങ്ങളുടെ തൊട്ടിപ്പുറത്തെ റൂമിലെ ഫാമിലി കേട്ടോ. അപ്പോൾ അവരിപ്പോൾ അവരുടെ വീട്ടിലെന്തോ പോയേക്കുക. അപ്പോൾ അതുകൊണ്ട് കുഞ്ഞാറ്റ ഇപ്പോൾ ബോറടിച്ച് നടപ്പുണ്ട്. ഇന്നൊന്നും കളിക്കാനൊന്നും ആരും ഇല്ലാത്തതുകൊണ്ട്. അപ്പോൾ അവൻ്റെ കേട്ടോ അത്, അതിനകത്ത് ഒരെണ്ണമേ ഉള്ളൂ. അപ്പം അവനോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അവൻ ഒന്നും കുഞ്ഞാറ്റയുടെ കൊടുത്തേക്കില്ല, അവൾ എവിടെ കൊണ്ടിടുമെന്ന് എനിക്ക് അറിയാൻ പാടില്ലാന്ന് ഞാൻ പറഞ്ഞായിരുന്നു കേട്ടോ. അവൾ ഇവിടെ വന്നിട്ട് മേളിലോട്ട് എറിഞ്ഞിട്ടാന്ന് എനിക്ക് തോന്നണ സാധനം. അപ്പോൾ എനിക്ക് എന്തായാലും കിട്ടിയിട്ടുണ്ട്. ഈ വീഡിയോ അവൻ കാണുന്നുണ്ടെങ്കിൽ സംഭവം എനിക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോടാ. ഇതിനു മുമ്പ് ഒരു ദിവസം അവൻ എന്നോട് ചോദിച്ചായിരുന്നു, ചേച്ചി അത് എന്ത് ചെയ്യും, അത് കണ്ടോ എന്നൊക്കെ ചോദിച്ചായിരുന്നു. പിന്നെ ഞാൻ ദേ അടിയിലത്തെ എല്ലാം ക്ലീൻ ചെയ്തു, എല്ലാം മാറ്റി ക്ലീൻ ചെയ്തു. അങ്ങോട്ട് തന്നെ അപ്പം തന്നെ അങ്ങ് എല്ലാം വെക്കുന്നുണ്ട് കേട്ടോ, ആ ടിന്നും കാര്യങ്ങളൊക്കെ. ഇതിൻ്റെ അടിയിൽ വലിയ വലയും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. പിന്നെ ഞാൻ കുറച്ച് ലോഷനൊക്കെ ഒഴിച്ച് ഫ്രിഡ്ജ് തുടയ്ക്കാന്ന്. അതെ, ഫ്രിഡ്ജ് തുടയ്ക്കാം. ഫ്രിഡ്ജ് ഞാൻ എപ്പോഴും തന്നെ ക്ലീൻ ചെയ്യാറുണ്ട് കേട്ടോ. ഒരാഴ്ചയിൽ ഒരു തവണ ഞാൻ ക്ലീൻ ചെയ്യാറുണ്ട്. ഫ്രിഡ്ജിൻ്റെ ഉള്ളൊന്നും ഞാനൊന്നും ചെയ്യുന്നില്ല കേട്ടോ. ഇന്നലെയല്ല 2 ദിവസം മുന്നേ ഞാനിത് ഫ്രിഡ്ജിൽ നിന്നെല്ലാം എടുത്തിട്ട് ഞാൻ ക്ലീൻ ചെയ്തായിരുന്നു. അതുകൊണ്ട് ഇന്ന് ഫ്രിഡ്ജൊന്നും ഞാൻ ചെയ്യുന്നില്ല. ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഫ്രിഡ്ജെല്ലാം ക്ലീൻ ചെയ്യാറുണ്ട് കേട്ടോ. ഇവിടെ വന്നപ്പോൾ വാങ്ങിച്ചതാട്ടോ ഫ്രിഡ്ജും വാഷിംഗ് മെഷീനെല്ലാം. ഞങ്ങൾക്കിതൊന്നും ഉണ്ടായിരുന്നില്ല. ആകെ ഈ റൂമിലുള്ളത് ഒരു ചെറിയ ടീപ്പോയും പിന്നെ ഒരു കസേര. ആ കസേര ഞാൻ കയറി നിന്ന് ഓരോന്ന് ചെയ്യണം. ആ ഒരു കസേര മാത്രമേ ഉള്ളൂ കേട്ടോ ഈ റൂമിൽ. 2 ഉണ്ടായിരുന്നു. മിനിഞ്ഞാന്ന് കുഞ്ഞാവേയും ചേട്ടായും കൂടെ കസേര കയറി ഇരുന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങി ഇരുന്ന് കളിച്ചതാണ്. ആ കസേര ഒട്ടിഞ്ഞു. അതുകൊണ്ട് ഇപ്പം നിലവിൽ ഈ റൂമിൽ ഒരൊറ്റ കസേര ഉള്ളൂ. അതുകൊണ്ട് ഫുഡ് കഴിക്കാനൊക്കെ എപ്പോഴും ഞാൻ നിലത്താട്ടാ ഇരിക്കാറ്. ഇന്നലത്തെ വീഡിയോയിൽ ഞാൻ നിലത്തിരിക്കുന്നുണ്ട്, അതുകൊണ്ടാണ് ഞാൻ നിലത്തിരിക്കുന്നത്. അപ്പോൾ ദേ ഇവിടുത്തെ അടുത്ത പരിപാടി, ഞാൻ ദേ ടിന്നൊക്കെ താഴെ ഇറക്കി വെച്ചിട്ട് തുടയ്ക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ അത്യാവശ്യം നല്ല പൊടി ഉണ്ടായിരുന്നു. അന്ന് ഞാൻ ചെയ്തപ്പോൾ ഇവിടെ ഒന്നും ഞാൻ ചെയ്തില്ല കേട്ടോ. ഇത് ആ പുറത്തുനിന്ന് ജനൽ പിടിച്ചിട്ട് തുടയ്ക്കാൻ നല്ല പാടായിരുന്നു. ഞാൻ ശരിക്കും മടുത്തുപോയി. ഇവിടെ തുടച്ചപ്പോൾ ഞാൻ മടുത്തുപോയത്. പിന്നെ ഞാൻ അവിടെയൊക്കെ തുടച്ച് ആ ടിന്നൊക്കെ ഒന്ന് തുടച്ച് റിട്ടേൺ വെച്ചിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ ക്ലീനിങ് പരിപാടികളൊക്കെ. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാൻ എനിക്കിഷ്ടമാണ്. നമുക്ക് വേറെ ശല്യങ്ങളൊന്നുമില്ലെങ്കിൽ, അതായത് പിള്ളേർ ഇടയ്ക്കിടയ്ക്ക് എന്നെ ഡിസ്റ്റർബ് ചെയ്യാൻ വന്നില്ലെങ്കിൽ എനിക്കിതൊക്കെ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇതിൻ്റെ ഇടയ്ക്ക് കുഞ്ഞാവനെ ഞാൻ കൊണ്ട് ഉറക്കിയായിരുന്നു. കുഞ്ഞാവയും കുഞ്ഞാറ്റയും ഉറങ്ങും കേട്ടോ ഈ ഒരു ടൈമിലൊക്കെ. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ ഗ്യാസ് സ്റ്റൗ ഒക്കെ ഒന്ന് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇതും ഫ്രിഡ്ജും പിന്നെ എൻ്റെ സ്റ്റൗവും ഞാൻ എപ്പോഴും എല്ലാ ദിവസവും ക്ലീൻ ചെയ്യാറുണ്ട്. അപ്പോൾ എപ്പോൾ എന്തുണ്ടാക്കിയാലും അപ്പം ഞാൻ പൊക്കിയിട്ട് ഒരു സ്റ്റൗ പൊക്കിയിട്ട് അല്ലെങ്കിൽ ഈ സംഭവങ്ങളെല്ലാം ഊരിയിട്ട് ഞാൻ ക്ലീൻ ചെയ്യാറുണ്ട്. അതുകൊണ്ട് അതിനകത്തൊന്നും വലിയ അഴുക്കില്ല കേട്ടോ. എന്നാലും ഞാൻ കുറേ നേരം തുടയ്ക്കുന്നുണ്ട്. പിന്നെ നമ്മൾ എന്തെങ്കിലും മീൻ വറക്കുമ്പോഴോ അല്ലെങ്കിൽ കടുക് പൊട്ടിക്കുമ്പോഴൊക്കെ തെറിക്കുന്നുണ്ട്. ടൈൽ ഒട്ടിച്ചേക്കുന്നതിൻ്റെ അവിടെ ഒന്നും കുഴപ്പമില്ല, അവിടെ നമുക്ക് തുടച്ചാൽ മതിയില്ല. ആ ഭിത്തിയിൽ എപ്പോഴും തെറിക്കും കേട്ടോ. അതുകൊണ്ട് വൃത്തിയുടെ കിടക്കും അവിടെ. ഈ ചോറ് കുക്കറിലാണ് ഞാൻ വെക്കുന്നത്. ചിലപ്പം വേവ് വിസിലടിച്ച് വേവ് കൂടിപ്പോയാലോ എന്ന് ഓർത്തുകൊണ്ട് ഞാൻ ഇങ്ങനെ തുറന്നു വിടും, മറ്റേ എയർ തള്ളി വിടും. അപ്പം അതിൻ്റെ എയർ മേളിലോട്ട് പൊങ്ങുമ്പം അവിടെ പാടൊക്കെ വരാറുണ്ട് കേട്ടോ. അങ്ങനെ ഭിത്തിയിലൊക്കെ ആകെ ഇത് വൃത്തിയുടെ കിടക്കുന്നുണ്ട്.
ഭിത്തിയൊന്നും ഞാൻ എപ്പോഴും ഒന്നും ക്ലീൻ ചെയ്യാറില്ല, എന്നാലും ഇടയ്ക്ക് ചെയ്യാറുണ്ട്. ഈ സ്ലാബും ഈ സ്റ്റൗവൊക്കെ ഞാൻ എപ്പോഴും ക്ലീൻ ചെയ്യുന്നതാണ് കേട്ടോ. അതുകൊണ്ട് അവിടെയൊന്നും കണ്ടോ, അതിൻ്റെ അടിയിലൊന്നും വലിയ അഴുക്കൊന്നും ഇല്ല. അത് ഞാൻ എപ്പോഴും അവിടെ എന്തുണ്ടാക്കിയാലും ഞാൻ ക്ലീൻ ചെയ്യാറുണ്ട്. കുഞ്ഞാവയും കുഞ്ഞാറ്റയും എഴുന്നേറ്റുകൊണ്ട് കേട്ടോ, അല്ലെങ്കിൽ എനിക്ക് 2 റൂമും ആ ഹാളും കൂടി ചെയ്യണമെന്ന് ഞാൻ വിചാരിച്ചേ. പിന്നെ എനിക്ക് പിന്നെ കുഞ്ഞാവ എൻ്റെ പുറകെ അടക്കമായിരുന്നു കേട്ടോ. ഇത് കഴിഞ്ഞ് നിങ്ങൾ ഇതിനകത്ത് കാണുന്നുണ്ട്. കുഞ്ഞാവ പിന്നെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ പിന്നെ വാക്കറിലിരുന്നെങ്കിലും അവൾ എടുക്കാൻ വേണ്ടി എൻ്റെ പുറകെ വരുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ അടുക്കള മാത്രം കേട്ടോ ഇന്ന് ക്ലീനിങ്ങിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ ഇങ്ങനെ ക്ലീനായി കിടക്കുന്നതൊക്കെ കാണാനായിട്ട്. വാവാച്ചി ഉറക്കം കഴിഞ്ഞ് എഴുന്നേറ്റു കേട്ടോ. അപ്പം ഞാൻ കിച്ചൺ ഏകദേശം കുറച്ച് ക്ലീനിങ് ഒക്കെ കഴിഞ്ഞു. ജനൽ അവിടെയൊക്കെ ക്ലീൻ ചെയ്തു, ഇവിടെ ഈ കബോർഡ് കാര്യങ്ങളൊക്കെ ക്ലീൻ ചെയ്ത് എല്ലാം അങ്ങോട്ട് തന്നെ വെച്ചു കേട്ടോ. പിന്നെ സ്റ്റൗവും കാര്യങ്ങളൊക്കെ ക്ലീൻ ചെയ്തു, സ്ലാബൊക്കെ ക്ലീൻ ചെയ്തു. ഇനി നിലത്ത് കുറച്ച് അടിയിൽ കുറച്ച് പാത്രങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ എടുത്ത് മാറ്റിയിട്ട് അവിടെയൊക്കെ ഒന്ന് തുടച്ചിട്ട് അത് അങ്ങോട്ട് തന്നെ വെച്ചിട്ട് പിന്നെ ഇവിടെയൊക്കെ ഒന്ന് തുടയ്ക്കണം. അതും കൂടെ ഉള്ളൂ കേട്ടോ. കിച്ചണിൽ അതും കൂടെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോഴേക്കും വാവാച്ചി എണീറ്റു. ഇനി വാവാച്ചിയുടെ മൂഡ് പോലെ ഇരിക്കും നമ്മുടെ ബാക്കി കാര്യങ്ങളൊക്കെ. അപ്പം കുറച്ച് നേരം ഞാനിങ്ങനെ എടുത്തുകൊണ്ട് കിടന്നിട്ട് വാക്കറയിലിട്ട് ഇരുത്തു കേട്ടോ. അപ്പോൾ കുഴപ്പമില്ല, ഞാൻ അങ്ങനെ അവളെ എടുത്തുകൊണ്ട് കിടക്കാറ്, അതുകൊണ്ട് അവൾ ഇരുന്നോളും. ടാറ്റാ ടാറ്റ എടുത്ത് ടാറ്റ എടുത്ത് ടാറ്റാ ഉമ്മ ഉമ്മത്തി ഉമ്മ ഉമ്മ. അപ്പോൾ വാവാച്ചിനെ ഞാൻ വാക്കറെ കയറ്റി ഇരുത്തിയിട്ടുണ്ട് കേട്ടോ. അവളിരുന്നു. അടിയിലത്തെ പാത്രങ്ങൾ, ഈ സ്ലാബിൻ്റെ അടിയിൽ ഞാൻ കുറച്ച് പാത്രങ്ങൾ വെച്ചിട്ടുണ്ട്, അതെടുക്കണം. എന്നിട്ട് അവിടെ ക്ലീൻ ചെയ്ത് ആ പാത്രങ്ങൾ അങ്ങോട്ട് തന്നെ വയ്ക്കണം. എന്നിട്ട് ഇവിടെ നല്ലതും കൂടി ഒന്ന് തുടയ്ക്കണം. അത് കഴിഞ്ഞാൽ കിച്ചണിലെ കഴിഞ്ഞു കേട്ടോ. പിന്നെ ഫ്രിഡ്ജ് ഞാൻ ഇന്നലെ മിനിങ്ങാന്ന് തുടച്ചതാണ്. അതായത് ഫുള്ളെല്ലാം എടുത്തിട്ട് മാറ്റി ഞാൻ വൃത്തിയാക്കി വെച്ചേക്കണേ. അപ്പോൾ ഇനി ഫ്രിഡ്ജൊന്നും ചെയ്യാനില്ല കേട്ടോ. ബാക്കി ഇവിടെ കാണാം. പിന്നെ ഇതേ ഞാൻ അടിയിലിരിക്കുന്ന പാത്രങ്ങളെല്ലാം എടുക്കണ്ട കേട്ടോ. അതെടുത്ത് അവിടെയും കൂടി ക്ലീൻ ചെയ്താൽ എൻ്റെ പരിപാടിയൊക്കെ ഏകദേശം അവസാനിക്കുകയായി. അപ്പോഴേക്കും കുഞ്ഞാറ്റ എഴുന്നേറ്റ് വന്നു കേട്ടോ. കുഞ്ഞാറ്റ നല്ല ഉറക്കമായിരുന്നേ. കുഞ്ഞാറ്റയും കുഞ്ഞാവേനെയും കൂടെ ഞാൻ ഉറക്കി കിടത്തിയിട്ടായിരുന്നു ഞാൻ ഇത് തുടങ്ങിയതല്ല, ഇടയ്ക്ക് വെച്ച് ഞാൻ കുഞ്ഞാവേനെ ഉറക്കിയത്. അത് കഴിഞ്ഞ് പിന്നെ അവൾ ഒത്തിരി നേരം കിടന്ന് ഉറങ്ങിയില്ല കേട്ടോ. അവൾ എഴുന്നേറ്റ് പോന്നു. പിന്നെ ഞാൻ വാക്കറയിൽ ഇരുത്തിയിട്ട് വയ്യ, അവൾ കരച്ചിലൊന്നും ഇല്ലായിരുന്നു, എന്നാലും എടുക്കാൻ വേണ്ടിയുള്ള ചിണുങ്ങലായിരുന്നു കേട്ടോ. ഞാൻ ഇന്ന് വിചാരിച്ചത് കിച്ചൺ മാത്രം ക്ലീൻ ചെയ്യാനല്ല, മൊത്തത്തിൽ ഒരു ഡീപ്പ് ക്ലീനിങ് ആയിരുന്നു ഉദ്ദേശിച്ചത്. അത് നടന്നില്ല കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ കിച്ചൺ മാത്രം ചെയ്യാമെന്ന് വിചാരിച്ചു. ഈ പിള്ളേരെൻ്റെ പുറകെ ഇങ്ങനെ നടക്കുമ്പോൾ എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല, അവരെ മൈൻഡ് ചെയ്യാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ കുഞ്ഞാറ്റ ഉറക്കത്തിൻ്റെ ഇതിലായതുകൊണ്ട് അവളുടെ കൂടെ കളിക്കാനൊന്നും നിൽക്കുന്നുണ്ടായിരുന്നില്ല. കുഞ്ഞാവ കുറേ നേരം വാക്കറയിൽ ഇങ്ങനെ നടക്കാറുണ്ട്. അപ്പോൾ അവൾ മടുത്തു. പിന്നെ ഞാൻ സിങ്കിൻ്റെ അവിടെ ഒക്കെ ഒന്ന് ക്ലീൻ ചെയ്യുന്നുണ്ട്. അവിടുത്തെ ഭിത്തി ഒക്കെ ഞാൻ ചെയ്യുന്നുണ്ട് കേട്ടോ. ഈ ടൈല് പിടിപ്പിച്ചേക്കണത് ആ കുറച്ചും കൂടെ പൊങ്ങിയിട്ട് ആ ഭിത്തിയുടെ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഇത്ര വൃത്തികേടാവില്ലായിരുന്നു. ആ ഭിത്തിയൊന്നും അത്ര വൃത്തികേടാവില്ലായിരുന്നു, ഞാൻ എപ്പോഴും ഓർക്കാറുണ്ട് കേട്ടോ.
പിന്നെ ഞാൻ ദേ ഫ്രിഡ്ജ് പിന്നെ നീക്കിക്കൊണ്ട് വരുന്നുണ്ട്. വേറൊന്നിനുമല്ല, അവിടെ തുടയ്ക്കാനാട്ടോ. ഫ്രിഡ്ജ് ഇരുന്നോടെ ഒന്ന് തുടച്ചിട്ട് അങ്ങോട്ട് തന്നെ കയറ്റി വയ്ക്കണം. അപ്പോൾ ഇതേ കിച്ചൺ ഞാൻ ക്ലീൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ലാസ്റ്റത്തെ ഒരു കാഴ്ച ഇതാട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. അപ്പം നാളെ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നാളത്തെ വീഡിയോയിൽ ഞാൻ 2 റൂമും ഹാളും ഒക്കെ ക്ലീൻ ചെയ്യുന്ന വീഡിയോ ആയിരിക്കും. അപ്പോൾ എല്ലാവരും കാണണം കേട്ടോ.